നമസ്കാരം, മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമ കത്തി നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ സമാന രീതിയിലുള്ള പരാതികൾ ടെലിവിഷൻ സീരിയൽ രംഗത്ത് നിന്നും പുറത്തുവരികയാണ്. സീരിയൽ സംവിധായകനായ സുധീഷ് ശങ്കറിനെതിരെയാണ് നടിയായ താരലക്ഷ്മി കടിഞ്ഞംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി ഉൾപ്പെടെയുള്ള സീരിയൽ സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ വ്യക്തിയാണ് സുധീഷ് ശങ്കർ. 2019 പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. നടി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നിൽക്കുന്നതിനിടയിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ വഴി സീരിയലിലേക്ക് ഓഡിഷനായി സംവിധായകൻ സുധീഷ് ശങ്കർ തന്നെ വിളിക്കുന്നത്. ഓരോ അഭിനേതാവിനും ഓരോ സമയമെന്നാണ് മുൻകൂട്ടി പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ സ്ഥലത്ത് മറ്റു താരങ്ങളെയും ഒന്നും കാണാത്തതിനാൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. സംവിധായകൻ ഇരുന്ന് തന്നോട് കഥ പറയാൻ ആരംഭിച്ചു. മറ്റു താരങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞെങ്കിലും തന്റെ വേഷത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. സംവിധായകനോട് എന്താണ് തന്റെ വേഷമെന്ന് ചോദിച്ചപ്പോൾ ഗംഭീര വേഷമാണ്, ഈ ഒരൊറ്റ കഥാപാത്രത്തിലൂടെ താരയെ പ്രശസ്തിയാക്കി തരുമെന്നും പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. എന്താണ് അഡ്ജസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ തന്റെ കയ്യിൽ കയറി പിടിച്ചെന്നും പേടിച്ചു പറിച്ച് താൻ അയാളെ തള്ളിയിട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് താര വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ അവിടേക്ക് എത്തിയ സംവിധായകൻ തന്നോട് കോംപ്രമൈസിന് ശ്രമിക്കുകയും അയാളുടെ കുടുംബത്തെ ഓർത്ത് അന്ന് താൻ കേസാക്കിയില്ലെന്നും നടി പറയുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചു കുലുക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു നിമിത്തമായി എന്ന് തന്നെ പറയാം. കാരണം സിനിമാ മേഖലയിൽ മാത്രമല്ല, സീരിയൽ മേഖലയിലും ഇത്തരം അനുഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തുടക്കമിടുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് മലയാള സിനിമയുടെ നേതൃത്വത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഉള്ളുലഞ്ഞു നിൽക്കുകയാണ് അമ്മ. ഇന്ന് ചേരാനിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വരെ മാറ്റിവെച്ചിരിക്കുകയാണ്. അമ്മ പ്രസിഡന്റിന് മോഹൻലാലിന്റെ അസൗകര്യമാണ് കാരണമായി പറയുന്നതെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ യോഗം ചേർന്നാൽ സ്ഥിതി സ്ഫോടനാത്മകമാകുമെന്ന വിലയിരുത്തലാണ് കാരണമെന്നും സൂചനയുണ്ട്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ചുമതല കൈമാറേണ്ട ജോയിന്റ് സെക്രട്ടറി ബാബുരാജും ആരോപണ നിലയിലായതോടെയാണ് നേതൃത്വ പ്രതിസന്ധി ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൺലൈൻ യോഗത്തിനാണ് കൂടുതലും സാധ്യത.